നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത്, റോഡ്വേ വാഹന വിൽപ്പന സ്ഥാപനത്തിന്റെ ഉടമ നജത്ത് എന്നിവർക്ക് പറവ ഫിലിംസിൽ നിക്ഷേപമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ശ്രീകാന്ത്, ഇതിനകത്ത് നികുതി വെട്ടിപ്പും കള്ളപ്പണവും ഒക്കെ ഉണ്ട്, ഈ ഇടപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടോ അന്വേഷണത്തിൽ? എന്താണ് പുതിയ വിവരങ്ങൾ ശ്രീകാന്ത്? എന്തായാലും നികുതി വെട്ടിപ്പ് സംബന്ധിച്ച് ക്രമക്കേടുകൾ ഇതിനോടകം തന്നെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 60 കോടിയെന്നും ഇന്ന് 44 കോടിയെന്നും ഒക്കെ ചില കണക്കുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കണക്കുകൂട്ടലിലേക്ക് ഇതുവരെ ആദായ നികുതി വകുപ്പ് എത്തിയിട്ടില്ല. പക്ഷേ അവർ പ്രാഥമികമായി അവർക്ക് കിട്ടിയ തെളിവുകളിൽ നികുതി വെട്ടിപ്പുണ്ട് എന്നവർ സംശയിക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് സിനിമ മാത്രം കേന്ദ്രീകരിച്ചല്ല അന്വേഷണം നടക്കുന്നത്, നേരെ മറിച്ച് മൊത്തത്തിൽ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പറയുന്നുണ്ട്. അതായത് നടൻ വരുമാനം കുറച്ച് കാണിച്ചതായി തന്നെ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. EDയുടെ കേസ് നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. ആ കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് ഈ വരവ് കൂടുതലും അതിൽ നികുതി അടയ്ക്കുന്നത് കുറവുമാണ് എന്നൊരു സംശയം EDക്ക് വന്നത്. ED അത് ആദായ നികുതി വകുപ്പിനെ കൈമാറി. അവർ പിന്നീട് ഇത് പഠിച്ച ശേഷമാണ് അന്വേഷണത്തിലേക്ക് കടന്നത് എന്നും വ്യക്തമായിട്ടുണ്ട്. അതേസമയം ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത്ത്, റോഡ്വേ വാഹന വിൽപ്പന സ്ഥാപനത്തിൻ്റെ ഉടമ നജത്ത് എന്നിവർക്ക് ഈ പറവ ഫിലിംസിൽ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് സംശയം. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരു കൂട്ടർക്കുമെതിരെയും ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 1-2 ദിവസം കൊണ്ട് ഈ അന്വേഷണം അവസാനിക്കില്ല എന്നും തുടർ പരിശോധനകൾ ഉണ്ടാകും, സൗബിനെ ചോദ്യം ചെയ്യും, ഈ രണ്ട് കാര്യവും ആദായ നികുതി വകുപ്പ് സ്ഥിരീകരിക്കുന്നു. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.